ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുത്ത ഒരിടമുണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മിക്കപ്പോഴും വൻ താരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതും ഇതുപോലെയുള്ള ഇടങ്ങളിൽ തന്നെയാകും. ഇതെവിടെയാണെന്നാണോ? നമ്മുടെ നാട്ടിലെ വയലുകളും കുഞ്ഞു കുഞ്ഞു കളിയിടങ്ങളുമാണ് വേദി. ഇപ്പോൾ അവധിക്കാലമാണ്. നാട്ടിൻപുറങ്ങളിലെ ഈ കളിയിടങ്ങൾ ഏറ്റവും സജീവമാകുന്ന കാലം. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടിന്റെ റിപ്പോർട്ട്. ഇതൊരൊന്നൊന്നര കളിയായിരിക്കും. അവധിക്കാലം കളിച്ചു തിമിർത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ അടിച്ചു പൊളിക്കാനാണ്? നന്നായിട്ട് കളിക്കാൻ അറിയാമെങ്കിലും പിള്ളേരെല്ലാവരും കൂടി എന്നെ ഗോളിയാക്കി. മൂന്ന് വയലുകൾ കൂടി ഒരു ഗ്രൗണ്ടായി. വരമ്പുകളാണ് ഔട്ട്ലൈൻ. വീണ് കാല് പൊട്ടിയാലും ചോര പൊടിഞ്ഞാലും കളി ആവേശത്തിന് ഒട്ടും ഒരു കുറവുമില്ല. ബോളടിച്ച് പിള്ളേർ കാട്ടിക്കളഞ്ഞപ്പോൾ തിരിച്ചെടുക്കാൻ അയച്ചത് എന്നെ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബോൾ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചെത്തിച്ചു. ഒരു വെയിലിലും പിള്ളേർക്ക് കളി ആവേശത്തിന് ഒരു കുറവുമില്ല. കളിച്ച് തളർന്നുപോയി. പിള്ളേർക്ക് എന്തായാലും ആ തളർച്ചയൊന്നുമില്ല. വലിയ ആവേശത്തിലാണ് ഓരോ നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെയുള്ള കളികൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കളിയിടങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് തന്നെ വലിയ ആശ്വാസകരമാണ്. ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. നമ്മുടെ ടീമാ ജയിച്ചല്ലേ? സ്കൂളിലെ ആ സമയം മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ? അങ്ങനെയൊന്നുമില്ല. എപ്പോ വെക്കേഷൻ ആണ് അത്രയും നല്ലത് അല്ലേ? അതന്നെ, 6 മാസം സ്കൂൾ 6 മാസം വെക്കേഷൻ ആണെങ്കിൽ സുഖമായി. അപ്പൊ നമുക്ക് ചായ കിട്ടിയാൽ അത്രയും നല്ലത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിള്ളേർ അത്ര നിസ്സാരക്കാരല്ല. പിടിച്ച പിടിയാലെ ചായക്കടയിലേക്ക് കൊണ്ടുപോയി. പിന്നെ പഴംപൊരിയും ചായയും ആക്കിയില്ല, പൊറോട്ടയും ചിക്കനുമാക്കി. ഗ്രൗണ്ടിലെത്തി പേപ്പർ വിരിച്ച് എല്ലാവരും ഒന്നിച്ചായിരുന്നു. ആഹാ, എന്ത് രസം! മെസ്സിയും നെയ്മറും റൊണാൾഡോയും അർജന്റീനയും ബ്രസീലും ജർമ്മനിയും ഒരിലയിൽ കൈയിട്ട് വാരി തിന്നുന്നു. കാണുമ്പോൾ തന്നെ എന്താ അന്തസ്സും! അടുത്തിരിക്കുന്നവന്റെ പങ്കിൽ നിന്നും കട്ടെടുത്ത് നിന്ന ചിക്കൻ്റെ പീസ്. ഓഹോ, എന്തൊരു നൊസ്റ്റാൾജിയ! എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലും ഇങ്ങനെ ഒരുപാട് തവണ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ച ഓർമ്മ എനിക്ക് ഇപ്പം വരുന്നത്. എന്തായാലും ഇതൊക്കെ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മ കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.